നിലമ്പൂരിൽ ഇന്ന് കൊട്ടിക്കലാശം. മൂന്നാഴ്ചയിലേറെ നീണ്ട പരസ്യപ്രചാരണങ്ങൾക്കാണ് ഇന്ന് സമാപനമാവുക. വ്യാഴാഴ്ചയാണ് പോളിംഗ്. 23-ന് ഫലമറിയാം. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, ഇന്ന് കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങുകയാണ്. നമുക്കറിയാം വലിയ സന്നാഹങ്ങളാണ് ഈ ഉപതെരഞ്ഞെടുപ്പിന്. പക്ഷേ ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പിനോളം, നിയമസഭാ തെരഞ്ഞെടുപ്പിനോളം വലിയ സന്നാഹങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും. തീർച്ചയായും വിലയിരുത്തലുകളേറെ ഉണ്ടാകാൻ പോകുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടിയാണ് എന്ന രീതിയിൽ ഇന്നിപ്പോൾ കൊട്ടിക്കലാശത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെ വിലയിരുത്താം ഈ പ്രചരണ നാളുകൾ? വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലമ്പൂരിലെ പോരാട്ടം, അതിൻ്റെ പരസ്യ പ്രചാരണം ഏതായാലും ഇന്ന് വൈകിട്ടോടുകൂടെ അവസാനിക്കാൻ പോവുകയാണ്. 3 ആഴ്ചകളോളം നീണ്ടുനിന്ന ആ ഒരു പ്രചാരണം അതിൻ്റെ പാരമ്യത്തിലെത്തിയിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇന്ന് കാണാൻ സാധിക്കുന്നത്. വൈകിട്ട് വിവിധ മുന്നണികൾക്ക് ഈ നിലമ്പൂർ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ കൊട്ടിക്കലാശത്തിനോടനുബന്ധിച്ച് അവർക്ക് സ്ഥലങ്ങളും മറ്റുമൊക്കെ ക്രമീകരിച്ച് നൽകിയിട്ടുണ്ട്. ഏതായാലും നിലമ്പൂരിലെ പോരാട്ടത്തെ നമ്മൾ ആദ്യാവസാനം വിലയിരുത്തുമ്പോൾ വാശിയേറിയ പോരാട്ടം എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, കേരള രാഷ്ട്രീയത്തിൽ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വലിയ ഇനിയുള്ള വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തന്നെ സ്വാധീനിക്കുന്ന തരത്തിലായി മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. 19-ാം തീയതി വ്യാഴാഴ്ചയാണ് നിലമ്പൂരിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് കടക്കുന്നത്. ആ 19-ന് അവർ പോളിംഗ് ബൂത്തിലേക്ക് കടന്ന് 23-ന് ഫലം വരുമ്പോൾ എന്താണ് നിലമ്പൂർ ജനതയുടെ മനസ്സിലുള്ളത് എന്ന് നമുക്ക് അന്ന് വ്യക്തമാവും എന്നുള്ളതാണ്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണമൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ആദ്യ അവസാനം, അതായത് തെരഞ്ഞെടുപ്പ് ആരംഭിച്ച് അതിൻ്റെ ആദ്യഘട്ടങ്ങളിൽ നിരവധി വിവാദങ്ങളായിരുന്നു ഉയർന്നത്. ഒന്ന്, നമുക്കറിയാം, ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന ഇടതുപക്ഷ MLA PV അൻവർ ഈ പിണറായി വിജയനോടും സർക്കാരിനോടൊക്കെ തെറ്റിക്കൊണ്ട് സർക്കാരിനെതിരെയും പിണറായി വിജയനെതിരെയൊക്കെ രൂക്ഷ വിമർശനം നടത്തിക്കൊണ്ടാണ് രാജിവെക്കുന്നത്. ആ രാജിക്ക് ശേഷവും നിരന്തരം അൻവർ കേന്ദ്ര സർക്കാരിനെതിരെയും അതുപോലെ തന്നെ പിണറായി സർക്കാരിനെതിരെയും ഒക്കെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരുന്നിരുന്നു. അതിന് പിന്നാലെ ഈ അൻവർ വലതുപാളയത്തിലേക്ക്, കോൺഗ്രസിലേക്ക് പോകുമെന്നൊക്കെ, UDF-ലേക്ക് പോകുമെന്നൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും പിന്നീട് UDF-ലേക്ക് ഈ അൻവറിൻ്റെ തൃണമൂൽ കോൺഗ്രസ് പോയില്ല എന്ന് മാത്രമല്ല, പിന്നീട് അൻവർ സ്വന്തം നിലയ്ക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സാഹചര്യവും ഉണ്ടായി. അതേസമയം തന്നെ ഇടത് വലത് മുന്നണികൾ, വലതുപക്ഷം ആര്യാണ ഷൗക്കത്തിലൂടെ ആദ്യം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങി. തൊട്ടു പിന്നാലെ M സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷവും ഈ പ്രചാരണ രംഗത്ത് ഇറങ്ങുകയായിരുന്നു. അതിനപ്പുറം BJP സ്ഥാനാർത്ഥി ആരായിരിക്കും, NDA സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളതായിരുന്നു വലിയ ചർച്ചകൾക്ക് വഴിവെച്ചത്. അതേതായാലും മലയോര ജനതയെ പ്രതിനിധീകരിക്കുന്ന മോഹൻ ജോർജ് എന്ന സ്ഥാനാർത്ഥിയിലൂടെ കൃത്യമായിട്ട് തന്നെ കേരള രാഷ്ട്രീയത്തിൽ തന്നെ BJP ഒരു സന്ദേശം നൽകുന്നതായി മാറി അവരുടെ ആ ഒരു സ്ഥാനാർത്ഥിത്വം, അല്ലെങ്കിൽ മോഹൻ ജോർജിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്നുള്ളതാണ്. ഏതായാലും ഈ പ്രചാരണം ആരംഭിച്ച ആദ്യഘട്ടങ്ങളിലൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസും അതുപോലെ തന്നെ ഇടതുപക്ഷവും അൻവറുമൊക്കെ നിരന്തരം വിവാദങ്ങളിലായിരുന്നു. അതായത് നിലമ്പൂരിൽ നിരവധി ജനകീയ വിഷയങ്ങളുണ്ടായിട്ടും അത്തരം വിഷയങ്ങളൊന്നും ആയിരുന്നില്ല മണ്ഡലത്തിൽ ചർച്ചയായത്. ആദ്യം മലപ്പുറം എന്ന പേരിനെ ചൊല്ലിയുള്ള വിവാദങ്ങളും തർക്കങ്ങളും അതിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാക്കാൻ UDF നോക്കിയത്, ഇടതുപക്ഷം നോക്കിയത്, ഒപ്പം അൻവർ നോക്കിയത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ അതിന് പിന്നാലെയാണ് ഈ ഇടതുപക്ഷം PDPയുടെ കൂട്ടുചേരുകയും അതുപോലെ തന്നെ കോൺഗ്രസ് അല്ലെങ്കിൽ UDF ജമാഅത്ത് ഇസ്ലാമിയോടൊപ്പം കൂട്ടുചേരുകയും ചെയ്തത്. അതും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇത്തരത്തിലുള്ള വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഈ മറ്റൊന്നും പറയാനില്ലാത്തതിനാൽ ഇത്തരത്തിലുള്ള വർഗീയ ശക്തികളെ കൂട്ടുപിടിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ ഉയരുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഏതായാലും അതിപ്പോഴും ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലും ഈ കോൺഗ്രസും UDF-ഉം ജമാഅത്ത് ഇസ്ലാമിയെ വെള്ളപൂശുന്നതും അതുപോലെ തന്നെ ഇടതുപക്ഷം PDPയെ വെള്ളപൂശുന്നതും ഒക്കെ മണ്ഡലത്തിൽ സജീവ ചർച്ചയാണ് എന്നുള്ളതാണ്. ഇതിനപ്പുറം NDA സ്ഥാനാർത്ഥി അല്ലെങ്കിൽ NDA പ്രധാനമായിട്ടും ഉയർത്തുന്നത് ജനകീയ വിഷയങ്ങളാണ്. ഈ വർഗീയ രാഷ്ട്രീയത്തിനപ്പുറം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവേണ്ടത് നിലമ്പൂരിലെ ജനങ്ങളുടെ വികസനമാണ് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ അവസാനം NDAയും BJPയും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ നിൽക്കുന്ന ഈ നിലമ്പൂർ പാത എപ്പോഴും ഗതാഗത കുരുക്കാണ്. തെരഞ്ഞെടുപ്പ് തുടങ്ങിയതിൽ പിന്നെ മിക്ക സമയത്തും വലിയ ഗതാഗത കുരുക്കാണ് ഈ ഒരു പാതയിൽ. ചെറിയൊരു പാതയാണ്. നിലമ്പൂരിൽ നിന്നും തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കൊക്കെ പോകുന്ന പ്രധാന പാതയാണ്. ആ പാതയിൽ എപ്പോഴും ഗതാഗത കുരുക്കാണ്. അതിന് കാരണം ഇവിടെയുള്ള ബൈപ്പാസ് 30 വർഷം
ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും ആ ബൈപ്പാസ് യാഥാർത്ഥ്യമാവാത്തതാണ് അതിന് കാരണമെന്നുള്ളത് കൃത്യമായ തെരഞ്ഞെടുപ്പിൽ BJP പറഞ്ഞു വെക്കുന്നു. മാത്രമല്ല നിലമ്പൂരിലെ മലയോര ജനത സമാനതകളില്ലാത്ത ദുരിതമാണ് അനുഭവിക്കുന്നത്. അത് നിലമ്പൂരിലെ വലിയൊരു വികസന പ്രശ്നമാണ് എന്നുള്ളതും ജനങ്ങൾ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണെന്നുള്ളതും BJP പറഞ്ഞു വെക്കുന്നു. ഒപ്പം തന്നെ നിലമ്പൂരിലെ റെയിൽവേ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനകീയ വിഷയങ്ങളാണ് NDA തെരഞ്ഞെടുപ്പിൽ ആദ്യാവസാനം ചർച്ചയാക്കിയത്. ഏതായാലും ഒരു ഭാഗത്ത് NDA ഇത്തരത്തിലുള്ള ജനകീയ വിഷയങ്ങൾ ചർച്ചയാക്കിയപ്പോൾ വിവാദങ്ങളായിരുന്നു ഇടത് വലത് മുന്നണികൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യാവസാനം പറഞ്ഞുകൊണ്ടേയിരുന്നത്. ഏതായാലും ഇന്ന് പരസ്യപ്രചാരണം അവസാനിക്കാനിരിക്കെ ഇന്നിനി എന്തൊക്കെ കാര്യങ്ങളാണ് ഉയർത്തുന്നത്? കഴിഞ്ഞ ദിവസം വരെയും ഇടത് വലത് മുന്നണികൾ ഈ വർഗീയ രാഷ്ട്രീയം തന്നെയായിരുന്നു പ്രധാനമായിട്ടും ഉയർത്തി വലിയ ചർച്ചകളാക്കിക്കൊണ്ടിരുന്നത്. ഇന്നും സമാന വിഷയങ്ങൾ തന്നെയായിരിക്കുമോ ഇവർ ഉന്നയിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ജനകീയ വിഷയങ്ങൾ ഉന്നയിക്കുമോ എന്നുള്ളത് നോക്കി കാണേണ്ട സാഹചര്യമുണ്ട്. അതിൽ വൈകിട്ടോടുകൂടെ പരസ്യപ്രചാരണം അവസാനിക്കുകയാണ്. ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ഓരോ സ്ഥലങ്ങൾ നിശ്ചയിച്ചും നൽകിയിട്ടുണ്ട്. ഓക്കെ, ശരി അരുൺ.